പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും സ്നേഹിക്കപ്പെടേണ്ടവർ അകന്നു പോയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ കഥയാണിത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഉപ്പ മരിച്ചത്. അതിനുശേഷം വളരെയധികം കഷ്ടപ്പെട്ടാണ് ഉമ്മ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. എനിക്കൊരു ജോലി കിട്ടിയതിനു ശേഷം ഉമ്മ ഏറെ പ്രതീക്ഷയോടെ എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി തന്നു. ഏറെ വൈകാതെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വ്യസനം മുളച്ചു തുടങ്ങി. ഒരു ദിവസം കരഞ്ഞുകൊണ്ട് സുഹാന എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടപ്പോൾ ഞാൻ കാര്യം അന്വേഷിച്ചു. പക്ഷെ അവൾ ഒന്നുമില്ല എന്നർത്ഥത്തിൽ തലയാട്ടി. എങ്കിലും അവൾ കരയുന്നുണ്ടായിരുന്നു. നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ ഉമ്മയോ? എന്തിന്? ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്ന് അടക്കാതെ ഉമ്മ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഡോർ അടക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് കേടാവുമെന്ന് പറഞ്ഞു. അതിന്? ഞാൻ അങ്ങനെ പറഞ്ഞത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ, ഫ്രിഡ്ജ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലോ അല്ലേ? ഞാനത് ഓർത്തില്ല. അങ്ങനെ പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഡോർ ഉമ്മ ശക്തമായി അടച്ചിട്ട് പോയി. സുഹാന, നീ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജ് നിന്റെ വീട്ടുകാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ നീ അങ്ങനെ പറയുമ്പോൾ ഉമ്മ തെറ്റിദ്ധരിക്കില്ലേ? എൻ്റെ ഇക്ക, ഞാൻ മനസ്സ് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. നീ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഉമ്മാക്ക് പ്രായമായില്ലേ? അപ്പോൾ അവരുടെ ചിന്തകൾ നമ്മളെപ്പോലെ ആവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെയാ. ഉമ്മാനെ പറഞ്ഞാൽ നിങ്ങളെ ന്യായീകരിക്കാൻ വരും. ഞാനാണല്ലോ കുറ്റക്കാരി. നിങ്ങൾ ഉമ്മയും മോനും കൂടി ശിക്ഷ വിധിച്ച് എന്നെ അങ്ങ് തൂക്കിക്കൊല്ല്. ദേഷ്യത്തിൽ അവളത് പറഞ്ഞ് കയ്യിലെ പാത്രം ശക്തമായി വലിച്ചെറിഞ്ഞ് റൂമിനകത്തേക്ക് പോയി. പാത്രം നിലത്ത് വീഴുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു. എല്ലാം ശരിയാവുമെന്ന് മനസ്സ് മന്ത്രിച്ചെങ്കിലും പാത്രത്തിൻ്റെ ആ ശബ്ദം പിന്നെയും വീട്ടിൽ മുഴങ്ങി. അതൊരു തുടർക്കഥയായപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിത്തുടങ്ങി. സുഹാന ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അവൾ പറയുമ്പോൾ അവളുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് തോന്നി. എന്നാൽ ആ കാര്യങ്ങൾ ഉമ്മ പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് തോന്നി. ആരുടെ ഭാഗത്താണ് ന്യായമെന്നറിയാതെ ഞാൻ വലഞ്ഞു. രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പിന്നങ്ങോട്ട് അശാന്തി നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ഉമ്മ കാര്യങ്ങൾ പറഞ്ഞ് കരയുമ്പോൾ എനിക്ക് വിഷമമായി. ഭാര്യയോട് വല്ലാത്ത ദേഷ്യവും തോന്നി. അതിൻ്റെ പേരിൽ വഴക്കായി. അവളുടെ കരച്ചിൽ പിന്നെ നിലക്കാതെയായി. രാത്രിയിൽ മനസ്സമാധാനത്തിൽ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി. കുറേയേറെ അവൾ കരഞ്ഞപ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. അവൾക്കത് നല്ല ഉണർവ് നൽകി. എനിക്കിത് മതിയിക്ക. എന്നെ മനസ്സിലാക്കിയല്ലോ, എൻ്റെ കൂടെ നിന്നല്ലോ. പല ഭർത്താക്കന്മാരും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യയെ കുറ്റപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇക്ക എൻ്റെ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം തോന്നുന്നു. അത് കേട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇക്കാക്ക് തോന്നുന്നുണ്ടോ ഞാനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന്? ഏയ്, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. നീ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് കിടന്നു. പലപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്തു കൊണ്ടിരുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ അവൾ ഒന്ന് ശാന്തമാവുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അവൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ അവളോടൊപ്പം നിന്നു. അതിനാൽ അവൾ ശാന്തമായി. കരച്ചിലും പരാതികളും കുറഞ്ഞു വന്നു. അങ്ങനെ ആയപ്പോൾ അവൾ പറയുന്നതിലാണ് കാര്യമെന്ന് എനിക്ക് തോന്നി. ഉമ്മ പലപ്പോഴും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവളോട് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടാൽ ആരായാലും ദേഷ്യപ്പെട്ടു പോകും. ഉമ്മ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും അറിയില്ല. എൻ്റെ മനസ്സിൽ വന്ന ആ കാര്യം ഞാൻ മറച്ചു വച്ചില്ല. ഒരു ദിവസം ഉമ്മാനോട് ഞാനത് പറയുകയും ചെയ്തു. അത് കേട്ട് ഉമ്മയൊന്നും പറഞ്ഞില്ല. വെറുതെ കരയുക മാത്രമേ ചെയ്തുള്ളൂ. അതെന്തായാലും നന്നായി. കാരണം ഉമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാനും 2 വാക്ക് പറയാൻ തന്നെ ഉദ്ദേശിച്ചായിരുന്നു നിന്നത്. ഒരു ദിവസം എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഉമ്മ സുഹാനയോട് കയർക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ ദേഷ്യത്തിൽ ചോദിച്ചു, ഉമ്മാക്ക് സുഹാനയോട് എന്താ ഇത്ര ശത്രുത? എനിക്കെന്ത് ശത്രുത? പിന്നെന്തിനാ അവളോട് എപ്പോഴും ഒരു കാരണവും ഇല്ലാണ്ട് ഉമ്മ ചൂടാവുന്നേ? ഒരു കാരണവും ഇല്ലാന്ന് മോനോട് ആരാ പറഞ്ഞേ? നീ കണ്ടോ ഇവിടെ എന്താ ഉണ്ടായെന്ന്? എന്തുണ്ടാകാൻ? ഉമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ, ഒരു കാരണവും ഇല്ലാതെ ചൂടാവും. അപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല. നനവാർന്ന കണ്ണുകളാൽ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ ഉണ്ടായതെന്ന് ഉമ്മ ഇപ്പോൾ പറയുമെന്ന് കരുതി ഞാൻ കുറച്ചു നേരം ഉമ്മയെ തന്നെ
ഗൗരവത്തിൽ നോക്കി നിന്നു. പക്ഷേ ഉമ്മ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്താണ് എനിക്ക് ബാംഗ്ലൂരിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി കിട്ടിയത്. പോകാനായി തയ്യാറെടുത്തപ്പോഴാണ് ഭാര്യയ്ക്കും വരണമെന്ന ആഗ്രഹം പറഞ്ഞത്. ഞാൻ പോയാൽ അവളും ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുമെന്നതിനാൽ അവളെയും ഒപ്പം കൂട്ടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഉമ്മയെ എന്തു ചെയ്യും? ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ കഴിയില്ല. എൻ്റെ കൂടെ കൊണ്ടുപോയാൽ അവിടെ വെച്ച് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാവും. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി ഞാൻ. ഉമ്മയെ എന്ത് ചെയ്യണമെന്ന ചോദ്യം ജീവിതത്തിൽ ആദ്യമായി ഞാൻ നേരിട്ടു. അപ്പോഴാണ് ഭാര്യ ഒരു പോംവഴി പറഞ്ഞു തന്നത്. ഇക്ക, നമുക്ക് ഉമ്മാനെ അവിടെ കൊണ്ടാക്കിയാലോ? എവിടെ? ഞാൻ ചോദിച്ചു. നീലേശ്വരത്തുള്ള ആ കാരുണ്യ ഭവനമില്ലേ, അവിടെ. അത് കേട്ടപ്പോൾ ഞാൻ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കണം എന്നാണോ നീ പറയുന്നത്? ഇക്ക, അതിനത് അങ്ങനെയുള്ള വൃദ്ധസദനമൊന്നും അല്ല. ഒരു ഹോസ്റ്റൽ പോലെയുള്ള സ്ഥലമാണ്. പ്രായമായവരാണ് അവിടെ താമസിക്കുന്നത്. ശരിക്കും ഒരു വീട് പോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ ഇക്ക, നമ്മൾ ഉമ്മാനെ ആജീവനാന്തകാലം അവിടെ താമസിപ്പിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ കൂടെ നിർത്തണം. അമ്മായിൻ്റെ സ്വഭാവം ഇക്കാക്ക് അറിയാലോ. അതിലും ഭേദം ഇത് തന്നെയല്ലേ. അതുമാത്രമല്ല, 1-2 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരൂലേ. അപ്പോൾ ഉമ്മാനെയും കൂട്ടി തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരാം. പിന്നെന്താ പ്രശ്നം? അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ചെറിയ ആലോചനയിലായി. പിന്നെ ഈ കാരുണ്യ ഭവൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രായമായ ആളുകളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. വൃദ്ധസദനത്തിൻ്റെ ചുറ്റുപാടൊന്നും അല്ല അവിടെ ഉള്ളത്. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഉമ്മയെ ഒരു ബാധ്യതയായി ഒഴിപ്പിച്ചു വിടുകയൊന്നുമല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലത്താക്കുന്നു. ഞാനങ്ങനെ സ്വയം ആശ്വസിച്ചു. അവസാനം ഉമ്മയുടെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നെ ഒന്ന് നോക്കി. ഉമ്മ കരഞ്ഞൊന്നുമില്ല. എങ്കിലും ഉമ്മയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ പറഞ്ഞു, ഉമ്മ പേടിക്കുന്നത് പോലെ ഇത് അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ. നല്ല താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കൂടാതെ വേറെയും കുറച്ച് ഉമ്മമാരുണ്ട് ഉമ്മാക്ക് കൂട്ടായിട്ട് അവിടെ. ഏറി വന്ന 2 മാസം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങോട്ട് വരാം. പേടിക്കാനൊന്നുമില്ല ഉമ്മ. ഉമ്മാക്ക് പേടിയുണ്ടെന്ന് മോനോട് ആരാ പറഞ്ഞേ? എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു. അല്ല ഉമ്മ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതാ ഞാൻ. ഹേയ്, ഒരു പേടിയുമില്ല മോനെ. പേടിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോഴല്ല, പണ്ട്. അന്ന് നിനക്ക് 4 വയസ്സാ. എൻ്റെ കൂടെ തോട്ടിൽ വന്ന നീ ഞാൻ അലക്കുന്ന സമയത്ത് തോട്ടിലേക്ക് ഇറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ നീ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതാണ് ഞാൻ കണ്ടത്. ഒന്നും ആലോചിച്ചില്ല. നീന്തലറിയാത്ത ഞാൻ തോട്ടിലേക്ക് അങ്ങ് എടുത്തു ചാടി നിന്നെ പിടിച്ചുയർത്തി. എൻ്റെ മൂക്കിലും വായിലും വെള്ളം കയറി എനിക്ക് ശ്വാസം കിട്ടാതെ ആയപ്പോഴും ഞാൻ നിന്നെ ഉയർത്തിപ്പിടിച്ചു. സർവ്വശക്തിയെടുത്ത് ഞാൻ ഉയർന്നു പൊങ്ങി നിന്നെ കരയിലേക്ക് തള്ളിയിട്ടു. ഏറെ പ്രയാസപ്പെട്ട് ഞാനും ഒരു വിധത്തിൽ വെള്ളത്തിൽ നിന്ന് കയറിപ്പറ്റി. വേഗം വന്ന് കരഞ്ഞുകൊണ്ടിരുന്ന നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്നുമ്മ ഭയന്നിരുന്നു മോനെ, ശരിക്കും ഭയന്നിരുന്നു. അത് വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുമെന്ന് കരുതിയിട്ടല്ല. വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെ പിടയുന്ന നിന്റെ മുഖം കണ്ടിട്ട്. ഉമ്മാനോട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മ ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കാലത്തായി എപ്പോഴും ദേഷ്യത്തിൽ സംസാരിച്ചിരുന്ന ഉമ്മ ഇത്രയ്ക്കും ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ ആദ്യമായിട്ടാണ് പറയുന്നത്. സ്തംഭിച്ചു നിൽക്കുന്ന എന്നെ നോക്കിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇപ്പം പേടിക്കുന്നത് നീയാണല്ലോ മോനെ. ഞാൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തു വെക്കട്ടെ. നീ സുഹാനയോട് പറഞ്ഞ് ആ അലമാരയ്ക്ക് മുകളിലുള്ള നീല ബാഗ് എടുത്ത് തരാൻ പറ. അതാകുമ്പോൾ എല്ലാ സാധനങ്ങളും അതിൽ കൊള്ളുകയും ചെയ്യും. ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? ഹൃദയസ്പർശിയായ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.